വത്തിക്കാനിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മലയാള സിനിമയാണ്. ഒരു ഓസ്കാർ നോമിനേഷൻ പോയി, ഏകദേശം ഇപ്പോൾ ഒരു 100ഓളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പല ലാംഗ്വേജ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെ 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 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏകദേശം ഒരുപാട് അവാർഡുകൾ കിട്ടി. ഇപ്പോൾ 100ഓളം അടുത്ത അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. മാർപ്പാപ്പ ആ സിനിമ കാണുന്ന ചിത്രമൊക്കെ ആദ്യമായിട്ട് കാണുന്ന പടം അതായിരിക്കും എനിക്ക് തോന്നുന്നത്. മാർപ്പാപ്പ അങ്ങനെയല്ല, മാർപ്പാപ്പ കണ്ടൊരു സിനിമയിൽ ഭാഗം. അതെ 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 അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചോളം. ശരിക്കും അതൊക്കെയാണ് ഒരു ഭാഗ്യം. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഓരോ സ്ട്രഗിൾ വരുമ്പോഴും ഓക്കെ എന്ന് പറഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടിയൊക്കെ പ്രചോദനം കിട്ടുന്ന കാര്യങ്ങളാണുള്ളത്. മധ്യപ്രദേശിലുള്ള ഒരുപാട് പേര് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഒരുപാട് സ്റ്റേറ്റിൽ നിന്നുള്ള ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടുത്തെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരുപാട് ആൾക്കാർ, എല്ലാ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഒരു പകുതി സ്റ്റേറ്റിലുള്ള ആൾക്കാരെല്ലാം പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു മൂവിയാണ്. അതെ 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 എല്ലാവരും നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. ആ ക്യാമറ ചെയ്തതാണെങ്കിൽ സ്വദേശ് എന്നും പറഞ്ഞിട്ട് പഴയ ഷാറുഖ് ഖാൻ്റെ പടത്തിലെ ക്യാമറമാനായിരുന്നു ചെയ്തത്. എല്ലാം ടെക്നിക്കലി ആണെങ്കിലും ഭയങ്കര പഴയ ആൾക്കാരാണ് അതിൽ വർക്ക് ചെയ്തത്. അതിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കും അതിലും ഓസ്കാറിന് വരെ എത്താൻ സാധിച്ചത്.